നമ്മുടെ ഇന്നത്തെ തീർത്ഥയാത്ര തൃശ്ശൂർ മാളയ്ക്കു സമീപമുള്ള ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഐരാണിക്കുളം എന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ആലുവയ്ക്കു സമീപമുള്ള തിരുവൈരാണിക്കുളം ക്ഷേത്രമെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഐരാണിക്കുളം ക്ഷേത്രം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തേക്കാൾ പഴമയും പ്രൗഢിയുമുള്ള ഒരു മഹാക്ഷേത്രമാണ്. തുല്യ പ്രാധാന്യത്തിൽ 2 ശിവക്ഷേത്രങ്ങൾ, കേരളത്തിലെ ഏറ്റവും വലിയ ഇരുനില വട്ട ശ്രീകോവിൽ, ശിവൻ, പാർവതി, സുബ്രഹ്മണ്യൻ എന്നിവർ ഒരു പീഠത്തിൽ ഒരുമിച്ച് വാഴുന്ന ക്ഷേത്രം, വിഗ്രഹരൂപത്തിൽ ശിവപ്രതിഷ്ഠ എന്നിങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും വിശേഷങ്ങൾ ഐരാണിക്കുളം ക്ഷേത്രത്തിനുണ്ട്. വടക്കേടത്ത്, തെക്കേടത്ത് എന്നിങ്ങനെ 2 ശിവക്ഷേത്രങ്ങൾ ഐരാണിക്കുളത്തുണ്ടെന്നതുപോലെ തന്നെ ഇരട്ട സങ്കല്പത്തിൽ മറ്റു ചില കാര്യങ്ങളുമുണ്ടിവിടെ. വടക്കേടത്ത് തീർത്ഥക്കിണറിനുള്ളിൽ ഒരിക്കലും വറ്റാത്ത മറ്റൊരു കിണർ കൂടിയുണ്ടത്രേ. അതുപോലെ പഴങ്കുളം എന്നറിയപ്പെടുന്ന തീർത്ഥക്കുളത്തിനു നടുവിൽ മറ്റൊരു കുളം കൂടിയുണ്ട്. ഇലയിൽ മഞ്ഞൾ എന്നൊരു സവിശേഷതയും ഇവിടെയുണ്ടായിരുന്നു. വടക്കേടത്തെ ശ്രീകോവിലിനു സമീപം കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു കൂട്ടമുണ്ടായിരുന്നു. ഇതിൻ്റെ ഇലയിലെ തടിപ്പ് മഞ്ഞളിൻ്റെ എല്ലാ ഗുണവുമുള്ളതായിരുന്നു. മറ്റൊരു പ്രത്യേകത വടക്കേടത്തെ മുല്ലയിൽ പൂവിൽ പൂവുമുണ്ടായിരുന്നു എന്നതാണ്. 10 ഇതളുകൾ ഉള്ള മുല്ലപ്പൂക്കളായിരുന്നു ഈ മുല്ലയിൽ വിരിഞ്ഞിരുന്നത്. ഉൾനിരയിലെ 5 ഇതളുകൾ കൂട്ടിച്ചേർത്ത് പിടിച്ചു വലിച്ചാൽ അവ 2 പൂർണ്ണ മുല്ലപ്പൂക്കളായി വേർതിരിയും. ഇതും കുറേ നാളുകൾക്ക് മുൻപ് നശിച്ചുപോയി. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രായമുള്ളവരിൽ പലരും ഇത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഐരാണിക്കുളത്തിൻ്റെ സവിശേഷതകളും ചരിത്രവും നമ്മെ വിസ്മയിപ്പിക്കുന്നവയാണ്. അതൊരു ചെറിയ ആമുഖത്തിൽ ഒതുക്കാൻ പറ്റുന്നതിനേക്കാൾ വളരെ വിപുലമായതിനാൽ വിശദമായി തന്നെ പറയാം. പതിവ് പോലെ എങ്ങനെ ഇവിടെ എത്താം, വഴിപാടുകൾ, ഐതിഹ്യങ്ങൾ, ക്ഷേത്രത്തെ പറ്റിയുള്ള കഥകളും ചരിത്രവും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ മാളയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിൽ കുണ്ടൂർക്ക് പോകുന്ന വഴിയിൽ ഐരാണിക്കുളം ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ കൊടകര, ആളൂർ, അഷ്ടമിച്ചിറ വരെ എത്തി മാള, പൂപ്പത്തി വഴി ഐരാണിക്കുളത്തെത്താൻ 44 കിലോമീറ്ററാണ് ദൂരം. ട്രെയിനിൽ വരുന്നവർക്ക് ചാലക്കുടിയിലോ ആലുവയിലോ ഇറങ്ങി ബസ്സിന് ഇവിടെ എത്താം. ചാലക്കുടിയിൽ നിന്നും അഷ്ടമിച്ചിറ വഴി 18 കിലോമീറ്ററാണ് ദൂരം. ആലുവയിൽ നിന്നും അത്താണി, കുറുമശ്ശേരി, കുഴൂർ വഴി 28 കിലോമീറ്റർ ദൂരമുണ്ട്. ഐരാണിക്കുളം ഏതെങ്കിലും പ്രധാന റോഡുകളുടെ സമീപമല്ല എന്നതും തുടർച്ചയായി ബസ്സുകൾ ഇല്ല എന്നതും പൊതുഗതാഗതം ഉപയോഗിച്ച് ക്ഷേത്രത്തിലെത്താൻ അല്പം അസൗകര്യമുണ്ടാക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇതിനൊരു ചെറിയ പരിഹാരം എന്ന നിലയിൽ ഉത്സവകാലത്ത് തൃശ്ശൂരിൽ നിന്നും ഐരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് KSRTC പ്രത്യേക ബസ് സർവീസ് നടത്താറുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ യൂസ് ചെയ്യാം. 5 ഏക്കറോളം വരുന്ന വലിയൊരു മൈതാനത്തിന് ഒത്ത നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേ നടയിലൂടെയോ പടിഞ്ഞാറേ നടയിലൂടെയോ ഏതുവഴി എത്തിയാലും ആദ്യം കാണുന്നത് 2 നിലകളുള്ള വട്ട ശ്രീകോവിലോടുകൂടിയ തെക്കേടത്ത് എന്നറിയപ്പെടുന്ന മഹാദേവ ക്ഷേത്രമാണ്. സദാശിവഭാവത്തിലുള്ള ലിംഗപ്രതിഷ്ഠയാണ്. ഇവിടെ നാലമ്പലമില്ല, പകരം ഒരു ചുറ്റുമതിൽ മാത്രമാണ്. പണ്ട് നാലമ്പലം ഉണ്ടായിരുന്നുവെന്നും അത് നശിച്ചു പോയതാണെന്നും കരുതപ്പെടുന്നു. തൊട്ടപ്പുറത്തായി വടക്കുഭാഗത്ത് ചുറ്റമ്പലത്തോടു കൂടിയ ചതുര ശ്രീകോവിലുള്ള ക്ഷേത്രമാണ്. സ്കന്ദോമ പരമേശ്വരന്മാരുടെ വിഗ്രഹപ്രതിഷ്ഠയാണ് വടക്കേടത്ത്. അതായത് ശിവനും പാർവതിയും ബാലസുബ്രഹ്മണ്യനും. ആൾ രൂപത്തിലും അതേ വലുപ്പത്തിലുമുള്ള ശിവകുടുംബ പഞ്ചലോഹ പ്രതിഷ്ഠ മറ്റെവിടെ കാണാൻ സാധിക്കും? 2 ക്ഷേത്രങ്ങൾക്കും പ്രത്യേകമായി ബലിക്കല്ലുകളും കൊടിമരങ്ങളും ഉണ്ടെന്നത് വലിയ പ്രത്യേകതയാണ്. ഐരാണിക്കുളത്ത് ഉപദേവതകളായി ഗണപതി, സപ്തമാതൃക്കൾ, വീരഭദ്രൻ, ശാസ്താവ്, കരോട്ടമ്മ, നാഗദൈവങ്ങൾ, യക്ഷിയമ്മ എന്നിവരും സമീപം പ്രത്യേക ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവും സാന്നിധ്യമരുളുന്നു. തെക്കേടത്തു ക്ഷേത്രം ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണ്. 50 അടി വ്യാസം അഥവാ 15.25 മീറ്റർ ഡയമീറ്ററുള്ള വൃത്താകാരമായ ശ്രീകോവിലിൻ്റെ അടിത്തറയ്ക്ക് 4.5 സെൻറ്റ് വിസ്തീർണം വരും. കല്ലിൽ കൊത്തിയ മൃഗമാലാ ശില്പങ്ങൾ കൊണ്ട് ശ്രീകോവിലിന് അരഞ്ഞാണം തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു.
50 അടിയോളം ഉയരമുള്ള ശ്രീകോവിൽ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ഇരട്ട വട്ട ശ്രീകോവിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്രീകോവിലായി കണക്കാക്കപ്പെടുന്ന പെരുവനത്തെ മാടത്തിലപ്പൻ്റെ ശ്രീകോവിൽ ചതുരാകൃതിയിലാണ്. ഒരേ നാലമ്പലത്തിനുള്ളിൽ 2 ശ്രീകോവിലുകൾ തുല്യ പ്രാധാന്യത്തോടെ ശിവലിംഗ പ്രതിഷ്ഠയുള്ള പെരുവനം മഹാദേവ ക്ഷേത്രം ബൃഹത്തായൊരു നിർമ്മിതിയാണ്. നമ്മൾ അവിടെ സന്ദർശിച്ചിരുന്നതിൻ്റെ വീഡിയോ ലിങ്ക് ചെയ്തിട്ടുണ്ട്. പെരുവനവും ഐരാണിക്കുളവും പോലെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റു വിധത്തിൽ രൂപം കൊണ്ടും പൂജാവിധികൾ കൊണ്ടും ഒട്ടേറെ സാമ്യം പുലർത്തുമ്പോഴും ഓരോന്നും മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി ഐതിഹ്യങ്ങൾ കൊണ്ടും പ്രാദേശികമായി പിന്തുടർന്നു പോരുന്ന ചടങ്ങുകൾ കൊണ്ടും വഴിപാടുകളുടെ സവിശേഷതകൾ കൊണ്ടും ഭക്തർക്കും സന്ദർശകർക്കും അവിസ്മരണീയമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. അവയെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ചെറുതും വലുതുമായ ചില ക്ഷേത്രങ്ങളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ അവയും വരാനിരിക്കുന്ന വീഡിയോസും നിങ്ങളുടെ ഫീഡിൽ ലഭ്യമാകും. അതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റ് അമ്പലങ്ങളോ നിരവധി പ്രത്യേകതകളുണ്ടായിട്ടും വേണ്ട പ്രാധാന്യം ലഭിക്കാത്ത ക്ഷേത്രങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്താൽ ആ അമ്പലങ്ങളുടെ വീഡിയോയും കവർ ചെയ്യാൻ ശ്രമിക്കാം. ഐരാണിക്കുളത്ത് തെക്കേടത്ത് ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തുള്ള ഗോപുരത്തിലൂടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ട രീതി വിശദമായി എഴുതി വച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ഐരാണിക്കുളത്തെ തെക്കേടത്തപ്പൻ്റെ മുൻപിലെ നമസ്കാര മണ്ഡപവും 1 സെന്റോളം വിസ്തീർണമുണ്ട്. മണ്ഡപത്തിൽ ശ്രീകോവിലിന് അഭിമുഖമായി കരിങ്കല്ലിൽ തീർത്ത മനോഹരമായ നന്ദിവിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പുറത്തെ ബലിക്കല്ലിനു സമീപമായി ഉപേക്ഷിക്കപ്പെട്ടതെന്ന് കരുതുന്ന മറ്റൊരു നന്ദിവിഗ്രഹവും കാണാം. കിഴക്കേ നടയിൽ കാണുന്ന ഈ ബലിക്കല്ല് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബലിക്കല്ലാണ്. ക്ഷേത്രത്തിൻ്റെ ഗതകാല പ്രൗഢിയെ വിളിച്ചോതുന്ന ശില്പചാതുരിയോടെ അത് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. നമസ്കാര മണ്ഡപത്തിൻ്റെ തെക്കുഭാഗത്തായി ഭണ്ഡാരത്തറയും അതിനു പടിഞ്ഞാറ് ഭാഗത്തായി സപ്തമാതൃക്കളും അതിനോട് ചേർന്നൊരു ഗണപതി വിഗ്രഹവും കരിങ്കല്ലിൽ കൊത്തിയത് കാണാം. ശ്രീകോവിലിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഗണപതിയുടെ ചെറിയൊരു ശ്രീകോവിലുമുണ്ട്. കോവിലിൻ്റെ ചുറ്റുമതിലിന് വെളിയിലിറങ്ങി പ്രദക്ഷിണം നടത്തുമ്പോൾ തെക്കു പടിഞ്ഞാറേ മൂലയിലായി അയ്യപ്പൻ്റെ കോവിൽ കാണാം. പണ്ട് ഇവിടെയുണ്ടായിരുന്ന വനശാസ്താവിനെ അയ്യപ്പനായി പ്രതിഷ്ഠിച്ചതാണെന്ന് കരുതപ്പെടുന്നു. അയ്യപ്പൻ്റെ കോവിലിൽ നിന്നും ഇടതുമാറി ക്ഷേത്ര മൈതാനത്തിന് തെക്കു പടിഞ്ഞാറേ കോണിലായി സർപ്പദൈവങ്ങളെ കുടിയിരുത്തിയിരിക്കുന്നു. പ്രദക്ഷിണം തുടരുമ്പോൾ നമ്മൾ വടക്കേടത്ത് ക്ഷേത്രത്തിന് സമീപമെത്തുന്നു. അതിനു പടിഞ്ഞാറ് ഭാഗത്തായി അല്പം ഉയർന്നൊരു തിട്ടയിൽ കരോട്ടമ്മയുടെ കോവിൽ കാണാം. മേൽക്കൂരയില്ലാത്ത രീതിക്കാണ് ഈ കോവിലിൻ്റെ നിർമ്മാണം. നനദുർഗയും ഭദ്രകാളിയും രാജരാജേശ്വരിയുമായി പൂജിക്കപ്പെടുന്ന നാട്ടുകാരുടെ പോറ്റമ്മയായ കരോട്ടമ്മയ്ക്ക് 10-ാം ഉദയം നാളിൽ, അതായത് മേടം 10-ാം തീയതി ദേശഗുരുതി നടത്താറുണ്ട്. കരോട്ടമ്മയെ തൊഴുത് നക്ഷത്രവനത്തിനുള്ളിൽ നിങ്ങളുടെ നാളിനനുസരിച്ചുള്ള വൃക്ഷത്തെയും വലം വെച്ച് വടക്കേടത്തേക്ക് പോകാം. വടക്കേടത്ത് ക്ഷേത്രത്തിന് പുറകിലായി ദർശനക്രമം എഴുതി വച്ചിട്ടുണ്ട്. അതുപ്രകാരം ഇനി നമ്മൾ പോകേണ്ടത് കിഴുത്തൃക്കോവിലായ വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. വടക്കേ നടയിലൂടെ താഴേക്കിറങ്ങാനുള്ള പടവുകൾ കാണാം. ഈ വഴിയെ 1 മിനിറ്റ് നടന്നാൽ വിഷ്ണു ക്ഷേത്രത്തിലെത്താം. നമ്മൾ ആദ്യം പിൻഭാഗത്താണ് എത്തുന്നത്. അമ്പലത്തിൻ്റെ ഇടതുവശത്തുകൂടി നടന്ന് മുൻപിലെത്താം. ചതുർബാഹു രൂപത്തിലുള്ള വിഷ്ണു പ്രതിഷ്ഠയാണ് ഇവിടെ. വിഷ്ണു ക്ഷേത്രത്തിന് മുൻപിലായി 2 ഏക്കറോളം വിസ്താരമുള്ള വലിയൊരു കുളം കാണാം. ശിവഭൂതങ്ങൾ നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭൂതക്കുളമാണിത്. വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് തിരിച്ച് വടക്കേടത്തേക്ക് നടക്കാം. ഇവിടെയും കൊടിമരവും ബലിക്കല്ലുമുണ്ട്. അധികം വലിപ്പമില്ല എന്ന് മാത്രം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ ചെറിയൊരു നമസ്കാര മണ്ഡപവും അതിനപ്പുറം ശ്രീകോവിലും കാണാം. വടക്കേടത്തപ്പൻ ക്ഷേത്രത്തിൽ ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഒരേ പീഠത്തിൽ കിഴക്കോട്ട് അഭിമുഖമായി കുടികൊള്ളുന്നു. 3 രൂപമുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളാണ്. ഇവയിൽ സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹം മുൻപ് കളവു പോയിട്ടുണ്ട്.
ഇപ്പോഴുള്ള വിഗ്രഹം 1997 പുനഃപ്രതിഷ്ഠ നടത്തിയതാണ്. സാധാരണ ദിവസങ്ങളിൽ പരമശിവൻ്റെയും ശ്രീപാർവതിയുടെയും വിഗ്രഹങ്ങൾ മാത്രമാണ് നമുക്ക് കാണാനാവുക. എന്തെന്നാൽ സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹം വലതുഭാഗത്തേക്ക് മാറി ഭിത്തിയുടെ മറവിലാണ്. ഉത്സവകാലത്തു മാത്രം 2 കണ്ണാടികൾ പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച് പ്രതിബിംബത്തിലൂടെ സ്കന്ദൻ്റെ വിഗ്രഹം ഭക്തജനങ്ങൾക്ക് ദർശിക്കാൻ അവസരം ലഭിക്കുന്നു. ശ്രീകോവിലിൻ്റെ പുറംവശത്ത് വാതിലിന് ഇടതുഭാഗത്തായി സുന്ദരയക്ഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രദക്ഷിണം തുടരുമ്പോൾ ശ്രീകോവിലിൻ്റെ ഭംഗി നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നു. ചുറ്റമ്പലത്തോടു കൂടിയ സമചതുരാകൃതിയിൽ 2 നിലയിൽ നിർമ്മിച്ച ശ്രീകോവിൽ കല്ലിൽ കൊത്തിയതും മരം കൊണ്ട് തീർത്തതുമായ നിരവധി ശില്പങ്ങൾ കൊണ്ട് ശ്രീകോവിലിനെ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റിയിരിക്കുന്നു. ചുറ്റമ്പലത്തിൻ്റെ ഉൾഭാഗത്ത് ആധുനികമായ ചുമർചിത്രങ്ങൾ കൊണ്ട് പുരാണ കഥാസന്ദർഭങ്ങളെ ആലേഖനം ചെയ്തിരിക്കുന്നു. ലിംഗപ്രതിഷ്ഠയില്ലാത്തതിനാൽ ഈ ശിവക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് ചുറ്റും പൂർണ്ണമായി പ്രദക്ഷിണം വയ്ക്കാം. പ്രദക്ഷിണം വെച്ച് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ഒരേ സ്ഥലത്ത് 2 ശിവക്ഷേത്രങ്ങൾ എന്തുകൊണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാം. അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ആദ്യം ഇവിടുത്തെ ഐതിഹ്യവും ചരിത്രവും അറിയണം. ഐതിഹ്യപ്രകാരവും ചരിത്രപ്രകാരവും ഈ ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠ തെക്കേടത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലിംഗസ്വരൂപിയായ സദാശിവനാണ്. ഈ പ്രതിഷ്ഠ ത്രേതായുഗത്തിൽ തന്നെ നടത്തിയതെന്നാണ് ഐതിഹ്യം. ക്ഷത്രിയഹത്യയുടെയും മാതൃഹത്യയുടെയും പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ പരശുരാമൻ സഹ്യസാനുവിലെ വനഭൂമിയിൽ നദിക്കരയിൽ ഈ മനോഹരമായ സ്ഥലം കണ്ടെത്തി. ആദിവാസികളായ തദ്ദേശീയർ തങ്ങളുടെ അമ്മ ദൈവത്തിനെ പൂജിച്ചാരാധിച്ചിരുന്നതിന് സമീപമായി പരശുരാമൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും പൂജയ്ക്കായി ബ്രാഹ്മണരെ ഏർപ്പാടാക്കുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം അവർ തിരികെ പോകുകയും പരിപാലനമില്ലാതെ കിടന്ന ശിവലിംഗം കെതി മാറിയൊഴുകിയ നദിയിലെ മണ്ണിനടിയിലാവുകയും ചെയ്തു. ഏറെക്കാലത്തിന് ശേഷം ഇവിടെ എത്തിയ ചില ബ്രാഹ്മണന്മാർ ഇവിടെ താമസമാക്കി. ഒരു ദിവസം നദിക്കരയിൽ കളിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണ കുടുംബത്തിലെ കുട്ടികൾ മണലിൽ ഉയർന്നു കണ്ട ശിലയിൽ മണൽ വാരിയിട്ട് അവർ പഠിച്ചുകൊണ്ടിരുന്ന പൂജാവിധികൾ കളിയായി ചെയ്തു. നേരം വൈകിയതിനാൽ അവർ കളി മതിയാക്കി ഇല്ലത്തേക്ക് മടങ്ങുകയും പിറ്റേന്ന് തിരിച്ചെത്തിയപ്പോൾ തലേന്ന് അവർ പൂജിച്ച പ്രതിഷ്ഠ തട്ടി നീക്കാൻ ശ്രമിക്കുകയും പക്ഷേ അത് ഉറച്ചിരിക്കുന്നതായും കണ്ടു. അപ്പോൾ ആ കുട്ടികൾ കയ്യിലുണ്ടായിരുന്ന കൃഷ്ണാജിനം അഥവാ മാൻതോലിട്ട് ശിവലിംഗത്തെ വലിച്ചു നീക്കാൻ ശ്രമിച്ചിട്ടും അത് അനങ്ങാതെ വന്നപ്പോൾ ഭയന്നോടി ഇല്ലത്തെത്തി മുതിർന്നവരെ അവർ കാര്യം ധരിപ്പിച്ചു. മുതിർന്നവർ വന്ന് പരിശോധിച്ചപ്പോൾ ശിവലിംഗത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയുകയും യഥാവിധി പ്രതിഷ്ഠിച്ച് ആരാധന ആരംഭിക്കുകയും ചെയ്തു. മണൽ പൊതിഞ്ഞിരുന്ന ശിവലിംഗമായതിനാൽ ധാരയും പതിവായുള്ള അഭിഷേകങ്ങളും ഒഴിവാക്കി. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ ഇന്നും മാൻതോലിട്ട് വലിച്ചതുപോലത്തെ പാട് കാണാമെന്നത് ഈ ഐതിഹ്യത്തിന് ബലമേകുന്നു. ഐരാണിക്കുളത്ത് ഇന്നും ധാരയില്ല എന്നതും ഇതോട് ചേർത്ത് വായിക്കാം. ധാര ഒഴിവാക്കാനുള്ള കഥയുടെ മറ്റൊരു പാഠഭേദം ഇങ്ങനെയാണ്. ആ കുട്ടികൾ കളിയായി ചെയ്ത പൂജയിൽ ഭഗവാൻ സംപ്രീതനായെന്നതാണത്. കുട്ടികൾ പുഷ്പാർച്ചനയും പ്രതീകാത്മകമായ നിവേദ്യങ്ങളും മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഐരാണിക്കുളത്തുള്ള സദാശിവനെ പ്രീതിപ്പെടുത്താൻ അഭിഷേകം വേണ്ട, കോപം ശമിപ്പിക്കാൻ ധാര വേണ്ട, ക്ഷേത്ര പരിസരത്തുള്ള തുമ്പപ്പൂവും കൂവളത്തിലയും ധാരാളം മതി. ഐരാണിക്കുളത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതും തന്നെ രേഖപ്പെടുത്തിയ ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്നവയാണ്. തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമൊക്കെ രൂപീകരിക്കുന്നതിനും ഏറെക്കാലം മുൻപ് കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കി കേരളപുത്രൻ മലയാളക്കര ഭരിച്ചിരുന്നു. ഭരണസൗകര്യത്തിനായി രാജ്യത്തെ 4 തളികളായി വിഭജിച്ചതിൽ പരശുരാമ പ്രതിഷ്ഠിതമായ ശിവക്ഷേത്രമുള്ളതിനാൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ഐരാണിക്കുളം എന്ന ഗ്രാമം. അധികാരവും സമ്പത്തുമെല്ലാമായി ഗ്രാമം ഏറെ അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ മഹാദേവനൊപ്പം തന്നെ മറ്റു ദേവതകളെ കുടിയിരുത്തുകയും വടക്കേടത്ത് ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. തെക്കേടത്തെ ശിവക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതിരുന്നതുകൊണ്ടാണ് വടക്കേടത്ത് സ്കന്ദോമാ പരമേശ്വരന്മാരുടെ പ്രതിഷ്ഠയോടെ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന വാദവും പറഞ്ഞു കേൾക്കുന്നുണ്ട്.
അതുപോലെ തന്നെ തദ്ദേശീയരുടെ അമ്മ ദൈവമായ കരോട്ടമ്മയെ ആലിൻ ചുവട്ടിൽ തന്നെ നനദുർഗയായി പ്രതിഷ്ഠിച്ചു. കാലക്രമേണ മറ്റു ഉപദൈവങ്ങളും കീഴ്ക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ടായി. പിൽക്കാലത്ത് ക്ഷേത്രാധികാരികളുടെ ഇടയിലെ അസ്വാരസ്യങ്ങൾ കാരണം അവരിൽ ചിലർ ഗ്രാമം വിട്ടുപോവുകയും ശിവശക്തി ചൈതന്യത്തെ അവർ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആലുവയിലെ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി ഇങ്ങനെയാണെന്ന് കരുതപ്പെടുന്നു. ഐരാണിക്കുളം ക്ഷേത്രത്തിലെ ബ്രാഹ്മണിപ്പാട്ടുകാരുടെ വീടായ വടക്കേ പുഷ്പകത്തു നിന്നും 600 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട താളിയോല ഗ്രന്ഥം അടുത്ത കാലത്ത് ലഭിക്കുകയുണ്ടായി. അതിൽ വിവരിച്ച പ്രകാരം തെക്കേടത്തും വടക്കേടത്തുമായി 4 സ്വർണ്ണ കൊടിമരങ്ങൾ, സ്വർണ്ണത്തിലും വെള്ളിയിലും തീർത്ത പാത്രങ്ങൾ, രത്നങ്ങൾ പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ, കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശങ്ങൾ എന്നിങ്ങനെ വിലമതിക്കാനാവാത്ത സ്വത്തുക്കൾ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. തെക്കേടത്ത് പൂർണ്ണമായ മതിൽക്കെട്ടും ഗോപുരങ്ങളും ഉണ്ടായിരുന്നു. ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടോടുകൂടി 28 ദിവസത്തെ ഉത്സവവും വേദപാരായണവും മുറ തെറ്റാതെ നടന്നിരുന്നു. രാജാവ് ഭരണപരമായ തീരുമാനങ്ങൾ എടുത്തിരുന്നത് തെക്കേടത്തെ മണ്ഡപത്തിൽ ചേർന്നിരുന്ന സഭയിൽ വച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനഹിതം മഹാദേവന്റെ ഹിതമായാണ് കണക്കാക്കിയിരുന്നത്. കാലാന്തരത്തിൽ ഐരാണിക്കുളം ക്ഷേത്രവും ഗ്രാമവും ശത്രു സൈന്യങ്ങളുടെ ആക്രമണവും മറ്റു പലവിധ കാരണങ്ങളാലും അന്യാധീനപ്പെടുകയും ക്ഷയിക്കുകയുമുണ്ടായി. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിൽ പലതും കൊള്ളയടിക്കപ്പെടുകയും അംഗഭംഗം വരുത്തപ്പെടുകയും ചെയ്തു. പിൽക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ തെക്കേടത്തെ ദ്വാരപാലകന്മാരുടെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇപ്പോൾ തൃശൂർ മ്യൂസിയത്തിലുണ്ട്. കാലക്രമേണ ക്ഷേത്രത്തിൽ നിത്യപൂജ തന്നെ ബുദ്ധിമുട്ടായി. സ്വാതന്ത്ര്യാനന്തരം കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രഭരണം ഏറ്റെടുത്തു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തി. 1997 വടക്കേടത്തെ 3 വിഗ്രഹങ്ങളും കേടുപാടുകൾ തീർത്ത് പഞ്ചലോഹത്തിൽ തീർത്തു പ്രതിഷ്ഠിച്ചു. കീഴ്തൃക്കോവിൽ ക്ഷേത്രവും വിഷ്ണു വിഗ്രഹവും നിർമ്മിച്ച് തെക്കേടത്തപ്പന് നവീകരണ കലശവും ചെയ്ത് ക്ഷേത്ര ചൈതന്യം പുനഃസൃഷ്ടിച്ചു. ഈ അടുത്ത കാലത്ത് മുസിരിസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെക്കേടത്തെ ശ്രീകോവിലിൻ്റെ കേടുപാടുകൾ തീർക്കുകയും മുൻപ് ഓടുപാകിയിരുന്ന മേൽക്കൂര ചെമ്പുമേഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്തു. തെക്കേടത്തെ നമസ്കാര മണ്ഡപത്തിനും പരമ്പരാഗത രീതിയിൽ തന്നെ മേൽക്കൂരയുണ്ടാക്കി. 1970കളോടുകൂടി ഉത്സവം പുനരാരംഭിച്ചെങ്കിലും ഇരു ക്ഷേത്രങ്ങളിലും കവുങ്ങുകൊണ്ട് താൽക്കാലിക കൊടിമരമുണ്ടാക്കിയാണ് കൊടിയേറ്റ് നടത്തിയിരുന്നത്. 2015 മെയ് മാസം 20-ാം തീയതിയാണ് ഇന്നു കാണുന്ന കൊടിമരങ്ങൾ ഇരു ക്ഷേത്രങ്ങളിലും സ്ഥാപിച്ചത്. കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായി നാട്ടുകാരുടെ പരിശ്രമത്താൽ ഐരാണിക്കുളത്ത് വിപുലമായി ഉത്സവം ആഘോഷിച്ചു വരുന്നു. തെക്കേടത്തും വടക്കേടത്തും ഒരേ സമയത്ത് കൊടിയേറി ധനുമാസത്തിലെ തിരുവാതിര നാൾ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 8 ദിവസത്തെ ഉത്സവമാണ് ഇക്കാലത്ത് കൊണ്ടാടുന്നത്. ഇവിടുത്തെ ഉത്സവ ചടങ്ങുകളും പ്രത്യേകതകളുള്ളതാണ്. 2-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ഉഷപൂജയ്ക്ക് ശേഷം, അതായത് രാവിലെ 7 മണിയോടെ വടക്കേടത്തു നിന്നും ശ്രീ പാർവതി ദേവി തീർത്ഥക്കുളത്തിലേക്ക് നീരാട്ടിനെഴുന്നള്ളുന്നു. ഇതിന് അകമ്പടിയായി പോകുന്നത് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകാൻ ഉത്തമമാണെന്നതിനാൽ നിരവധി ഭക്തരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഉത്സവ ദിനങ്ങളിൽ എല്ലാ സന്ധ്യയ്ക്കും പാർവതി സന്നിധിയിൽ തിരുവാതിരകളി നടത്തപ്പെടുന്നു. ഒരു കലാപ്രകടനം എന്നതിലുപരി ആചാരപ്രകാരം നടത്തുന്ന തിരുവാതിര കളിക്കായി നിരവധി സംഘങ്ങളാണ് അരങ്ങിലെത്തുന്നത്. തിരുവാതിര കളിക്കാൻ പാർവതി ദേവിയും കൂടെ കൂടുമെന്നാണ് വിശ്വാസം. ഉത്സവ ദിനങ്ങളിലും എല്ലാ തിരുവാതിര നാളിലും മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഐരാണിക്കുളത്ത് തിരുവാതിര അവതരിപ്പിക്കാം. ക്ഷേത്രാധികാരികൾ അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ്. ഉത്സവ ദിനങ്ങളിലെ ഏറ്റവും പ്രധാനം കാർത്തിക നാളാണ്. 33 ദേവതകളും യക്ഷകിന്നരന്മാരും പരേതാത്മാക്കളും അന്ന് ഐരാണിക്കുളത്ത് എത്തിച്ചേരുന്നു എന്നാണ് സങ്കല്പം. അവരെ സംപ്രീതരാക്കാനായി ഭക്തർക്കും കാർത്തിക നാളിൽ ക്ഷേത്രമുറ്റത്ത് ദീപം തെളിയിക്കാം. അനേകായിരം ദീപങ്ങൾ ഒരേ സമയം തെളിഞ്ഞു നിൽക്കുന്ന ആ കാഴ്ച ആനന്ദകരമായ അനുഭവമാണ്. 8 ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ നിരവധി കലാപരിപാടികളും അരങ്ങേറുന്നു. ഉത്സവ സമയത്ത് കീഴ്തൃക്കോവിലെ വിഷ്ണുവിന് വിശേഷാൽ പൂജകളും നിറമാലയും നടത്തപ്പെടുന്നു.
കുംഭമാസത്തിലെ മഹാശിവരാത്രിയും ക്ഷേത്രത്തിൽ വിപുലമായി ആചരിക്കപ്പെടുന്ന ദിവസമാണ്. നിറപുത്തരി, നവരാത്രി, ധനുമാസത്തിലെ ഷഷ്ടി, മണ്ഡലപൂജ, 10-ാം നാളിലെ താലപ്പൊലിയും ദേശഗുരുതിയുമൊക്കെയാണ് ഐരാണിക്കുളത്തെ മറ്റു വിശേഷ അവസരങ്ങൾ. ശിവക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടായ ധാരയില്ലാത്ത ക്ഷേത്രമാണ് തെക്കേടത്ത്. ശംഖാഭിഷേകത്താലും ഭസ്മാഭിഷേകത്താലും വെള്ളനിവേദ്യത്താലും ഇവിടുത്തെ സദാശിവൻ തൃപ്തനാകുന്നു. കൂവളമാല, നിറമാല, പിൻവിളക്ക്, പായസം, പുഷ്പാഞ്ജലികൾ എന്നിവയാണ് ഭക്തർ ചെയ്യുന്ന മറ്റു വഴിപാടുകൾ. വടക്കേടത്തെ ഏറ്റവും പ്രധാന വഴിപാട് 12 പറ മലർനിവേദ്യമാണ്. നെല്ലും പതിരുമെല്ലാം നീക്കി വൃത്തിയാക്കിയ 12 പറ മലർ, 12 പലം ശർക്കര, ഉടച്ച 12 നാളികേരം, 12 കദളിപ്പഴം എന്നിവ വടക്കേടത്തെ നമസ്കാര മണ്ഡപത്തിൽ നിരത്തിയിട്ട വാഴയിൽ കൂട്ടിയിടുന്നു. ഈ മലർക്കൂമ്പാരത്തെ പൂജിച്ച ശേഷം 3 ഉരുളികളിൽ അകത്തേക്ക് കൊണ്ടുപോയി സ്കന്ദോമ പരമേശ്വരന്മാർക്ക് നിവേദിക്കുന്നു. ഇത് തിരിച്ചു പുറത്തേക്ക് കൊണ്ടുവന്ന് വീണ്ടും മലർക്കൂമ്പാരത്തിലേക്ക് ചേർത്ത് അത് സന്നിഹിതരായിരിക്കുന്ന ഭക്തർക്കും കഴിയുന്നത്ര കുട്ടികൾക്കും പ്രസാദമായി നൽകുന്നതാണ് 12 പറ മലർനിവേദ്യം. മംഗല്യഭാഗ്യത്തിനും സന്താനലബ്ധിക്കും ഈ വഴിപാട് വിശേഷമായി ഭക്തർ ചെയ്തു പോരുന്നു. ഈ വഴിപാട് കഴിക്കാൻ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുന്നവരുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഉമാമഹേശ്വര പൂജ, ദമ്പതി പൂജ, താലിയും പുടവയും, ഇണപ്പുടവ സമർപ്പണം എന്നിവയും ദീർഘദാമ്പത്യത്തിനായി ഇവിടെ നടത്തപ്പെടുന്ന ചില വഴിപാടുകളാണ്. ഐരാണിക്കുളത്ത് രാവിലെ നട തുറക്കുന്ന സമയത്ത് എത്തിച്ചേരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ബ്രാഹ്മണിപ്പാട്ട് കേൾക്കാൻ സാധിക്കും. ഇവിടെ നൂറ്റാണ്ടുകളായി പിന്തുടർന്നു പോരുന്ന ഒരു സമ്പ്രദായമാണ് ബ്രാഹ്മണിപ്പാട്ട്. ചെമ്പാരി മഠം എന്ന വടക്കേ പുഷ്പകത്ത് വിവാഹിതരായെത്തുന്ന സ്ത്രീകളാണ് വടക്കേടത്ത് ശിവപാർവതിയെയും കരോട്ടമ്മയെയും നിത്യേന പാട്ടുപാടി തുയിലുണർത്തുന്നത്. ശിവപാർവതി പരിണയവും ശ്രീപാർവതി രൂപവർണ്ണനയുമാണ് പാട്ടിൻ്റെ ഇതിവൃത്തം. പലരും വഴിപാടായും ബ്രാഹ്മണിപ്പാട്ട് നടത്തിപ്പോരുന്നു. ഐരാണിക്കുളത്തെ ആശ്ചര്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടി പറയാതെ ഈ വിവരണം പൂർണ്ണമാവില്ല. അതിൽ ഒന്നാമത്തേതാണ് ശ്രീപാർവതിയുടെ തൃപ്പൂത്ത്. സ്ത്രീകളിലെ മാസമുറയുടേതുപോലെ പാർവതി വിഗ്രഹത്തിൻ്റെ ഇണപ്പുടവയിൽ നിറപ്പകർപ്പ് ദൃശ്യമായിരുന്നുവത്രേ. അത് സംബന്ധിയായ എല്ലാ ആചാരങ്ങളും ഒരു കാലത്ത് ഇവിടെ പാലിക്കപ്പെട്ടിരുന്നു. പാർവതീദേവി തൃപ്പൂത്തായാൽ മാറിയിരിക്കുന്നതിനു വേണ്ടി ഏതു വീട്ടിലും വരാമെന്ന പ്രതീക്ഷയിൽ ഈ ഗ്രാമങ്ങളിലെ വീടുകൾക്ക് പടിപ്പുര ഉണ്ടാവാറില്ലായിരുന്നു. അതുപോലെ സഖിമാരോടൊപ്പം നീരാടുവാൻ പഴംകുളത്തിലെത്തിയിരുന്ന ദേവിക്കും സഖിമാർക്കും അണിയുവാനുള്ള ആഭരണങ്ങളുടെ പെട്ടി പഴംകുളത്തെ ഉൾക്കുളത്തിനുള്ളിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നുവത്രേ. തെക്കേടത്തെ ബലിക്കല്ലിനു സമീപമുള്ള ഋഷഭത്തിനും ഒരു കഥയുണ്ട്. ശിവവാഹനമായ നന്ദിയും സംഘവും ഒരു ദിവസം രാത്രി മേയാനിറങ്ങിയപ്പോൾ അവർ ആരുടെയോ വയലിൽ ഇറങ്ങിയെന്നും അതിൽ ഒരു കാളയെ കർഷകൻ അടിച്ചുവെന്നും അങ്ങനെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട കാളയെ ചുറ്റമ്പലത്തിന് പുറത്തു കടത്തിയെന്നുമാണ് ഐതിഹ്യം. ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഒരു വിഷാദം ആ ശില്പത്തിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കും. ഇതുപോലെ നിരവധി കഥകളുടെയും ഐതിഹ്യത്തിൻ്റെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രേഖപ്പെടുത്തിയ ചരിത്രത്തിൻ്റെയും കേന്ദ്രമായ ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം വിശ്വാസികളെയും കലാസ്നേഹികളെയും ഒരേപോലെ ആകർഷിക്കുന്ന ഒരിടമാണ്. പക്ഷേ നിറം മങ്ങിപ്പോയ പഴയ പ്രൗഢിയിലേക്ക് ഇതുവരെ തിരിച്ചെത്താൻ സാധിക്കാത്തതുകൊണ്ടോ അതോ പൊതുഗതാഗത സംവിധാനങ്ങളുടെ അപര്യാപ്തത മൂലമോ അതുമല്ലെങ്കിൽ ആധുനിക കാലത്ത് പലർക്കും ഈ മഹാക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടോ എന്താണെങ്കിലും ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണം ആനുപാതികമായി കുറവാണ്. ഐരാണിക്കുളത്തിൻ്റെ മാഹാത്മ്യം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോ. ഇവിടെ ദർശനത്തിന് എത്തുന്നവർക്ക് സഹായകരമാകുന്ന വിവരങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളും അഭിപ്രായവും കമൻറ്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം.